ഗുഡ് മോർണിംഗ് എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസിംഗ് എന്നുള്ള ചാപ്റ്ററിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടോപ്പിക്സ് ആണിത്. അതിൻ്റെ ഡിഫറൻസ് ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു അച്ചീവ് പ്രീ ഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് എങ്ങനെ, ഫോർമൽ ഓർഗനൈസേഷനിൽ ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് എന്ത്, ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഫോർമൽ എന്ന് പറഞ്ഞാൽ ഫുൾ എന്തായിരിക്കും, പേഴ്സണൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഫുള്ള് ഫോർമലായിരിക്കും. അങ്ങനത്തെ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇവരുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം, അവിടെ എന്തിനാണ് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയിട്ടാണ്, ഒബ്ജക്റ്റീവ്സ്, മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റീവ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല, മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒബ്ജക്റ്റീവ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. രണ്ടാമതെന്ന് പറഞ്ഞാൽ ദ സ്ട്രക്ചർ ഈസ് വെൽ ഡിറ്റർമൈൻഡ്. ഓർഗനൈസിങ്ങിൽ ഫോർമൽ ഓർഗനൈസേഷനിലെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വെൽ ഡിഫൈൻഡ് ആയിരിക്കും. എങ്ങനെയാണ് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ ദ സ്ട്രക്ചർ ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. സ്ട്രക്ചർ എന്തായിരിക്കില്ല, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, മുൻകൂട്ടി തീരുമാനിച്ചിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ദ അതോറിറ്റി ആൻഡ് responsibility of each individual is defined clearly stated. ഫോർമലിൽ ആർക്കാണ്, എന്താണ് അവരുടെ അധികാരം, അതുപോലെ അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി, എന്തൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അത് ഓരോ ഇൻഡിവിജ്വലിനെയും കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും, ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അതോറിറ്റി, അതായത് ഓരോരുത്തർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യേണ്ട, അവർക്ക് എന്തൊക്കെ ഉത്തരവാദിത്തം, അതൊന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല. കാരണം അവർ ആ ഓർഗനൈസേഷനിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് വെച്ചാൽ അതൊക്കെ അവർ ചെയ്തു തീർക്കും. പക്ഷേ ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു ഇൻഡിവിജ്വൽ ഈ ജോലിയാണ് പറഞ്ഞിട്ടുണ്ടായിരിക്കുക, ആ ജോലി മാത്രമാണ് അയാൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഹാസ് ലോങ് ലൈഫ്. ഫോർമൽ ഓർഗനൈസേഷൻ പറഞ്ഞാൽ ലോങ് ലൈഫാണ്. കാരണം ഒരു ഒബ്ജക്റ്റീവ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കും, അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ അതെന്താണ്, ലോങ് ടേമിലേക്കായിരിക്കും. പക്ഷേ ഒരു ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല, അത് ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അത് കൂടുതൽ കാലം നിലനിൽക്കുമെന്ന് പറയാൻ പറ്റില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ക്രിയേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻ്റ് ആയിരിക്കും. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ്ലി ആയിരിക്കും, ബൈ പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇപ്പോൾ അവരുടെ ഒരു പേഴ്സണലായിട്ടുള്ള ഇടപെടലും കൊണ്ട് അവരെന്തായിരിക്കും, പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ സ്പെസിഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ആ ഓർഗനൈസിങ്ങിൽ ഒരു റൂൾസും അതുപോലെ റെഗുലേഷൻസ്, എന്തൊക്കെയാണ് അവിടുത്തെ നിയന്ത്രണങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഓർഗനൈസേഷൻ മൂവ് ചെയ്യുന്നത്. പക്ഷേ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ദർ ആർ നോ സ്പെസിഫിക് റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇൻഫോർമൽ ഓർഗനൈസേഷനിൽ അങ്ങനെ സ്പെസിഫിക് റൂൾസും റെഗുലേഷൻസും ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത്രയാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോർമൽ, ഇൻഫോർമൽ, അതിൻ്റെ ഡിഫറൻസ്, പിന്നെ ഓർഗനൈസിങ് പ്രിൻസിപ്പിൾസ് ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി പറയാൻ പോകുന്നതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. Organization structure is the framework of relationship of individuals working at various levels to accomplish the organizational goals. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഫ്രെയിംവർക്കാണ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ ഇൻഡിവിജ്വൽസിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ്. അവർ എങ്ങനെയാണ് ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിന് മൊത്തത്തിലൊരു ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് ഷോസ് ദി അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വേരിയസ് പൊസിഷൻസ് ഇൻ ദി ഓർഗനൈസേഷൻ ബൈ ഷോയിങ് ഹൂ റിപ്പോർട്ട്സ് ടു ഹൂം. അതായത് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് അതോറിറ്റി നടക്കുന്നത്, അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഏത് ഫ്ലോയിലാണ്, ഏത് ഫ്രെയിംവർക്കിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഒരു ഘടനയാണ് എന്ത്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ചില ഓർഗനൈസേഷൻ വേർട്ടിക്കലായിരിക്കും, അതായത് ടോപ്പ് ടു ബോട്ടം അല്ലെങ്കിൽ ബോട്ടം ടു
ടോപ്പ് അങ്ങനെ ആയിരിക്കും വർക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ ചിലത് ഹൊറിസോണ്ടൽ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ഓരോ ഓർഗനൈസേഷൻ്റെ ഒരു ഇൻഡിവിജ്വൽസിൻ്റെ റിലേഷൻഷിപ്പൊക്കെ നടക്കുന്നത്, അവർ എങ്ങനെയാണ് വർക്ക് ചെയ്തിട്ടാണ് ഓർഗനൈസേഷൻ്റെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യുന്നത്, അതിനെ കാണിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഇൻക്ലൂഡ്സ് 2 or more പേഴ്സൺസ്. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ 2 or more പേഴ്സൺസ് ഉണ്ടായിരിക്കും. എങ്കിൽ മാത്രമല്ല ഒരു ഘടന, ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരാൾ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്, ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 or more പേഴ്സൺസ് ചേർന്നതാണ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഇറ്റ് എൻഷുവേഴ്സ് ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഗോൾസ്. അതായത് ഓർഗനൈസേഷൻ സ്ട്രക്ചറും എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗോൾസ് അച്ചീവ് ചെയ്യുക, ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ ഗോൾസ് എന്തൊക്കെയാ വെച്ചാൽ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻഷുർ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് പെർമിറ്റ് ദ വർക്കേഴ്സ് ടു വർക്ക് ഇൻ എ കോപ്പറേറ്റീവ് മാനർ ടു അച്ചീവ് ദി ഒബ്ജക്റ്റീവ്സ്. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ വർക്കേഴ്സിനെ ഒരു കോപ്പറേറ്റീവ് മാനറിൽ അവരൊരു സഹകരണത്തോടു കൂടി ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പെർമിഷൻ കൊടുക്കണം, അവർ അനുവദിക്കുകയാണ്. അവർ ഒരു സഹകരണത്തോടു കൂടി ഓർഗനൈസേഷനിലെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പെർമിറ്റ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ഹോൾ വർക്ക് ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്മാൾ സെഗ്മെൻറ്റ്സ്. അതായത് മൊത്തത്തിലുള്ള വർക്കിന് എന്താണ് ചെറിയ ചെറിയ സെഗ്മെൻ്റ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ഫിക്സഡ്. ഇവിടുത്തെ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ആയിരിക്കും. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഓരോ അതോറിറ്റി എങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സെക്യൂരിറ്റിക്ക് ഡയറക്റ്റ് ആയിട്ട് മാനേജേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പറയാനുള്ള അധികാരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ മുന്നിലുള്ള ഓഫീസർമാരോട് അറിയിച്ചിട്ട് അങ്ങനെ ആയിരിക്കും എന്ത് അതോറിറ്റി പോകുന്നത്. അപ്പോൾ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ പീപ്പിൾസിന് എന്ത് ചെയ്യാൻ പറ്റും? സോ പീപ്പിൾ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് ത്രൂ ദിസ് ലൈൻ. അപ്പോൾ പീപ്പിൾസിന് ഈ ഒരു ലൈൻ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നതാണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ക്രിയേറ്റഡ്. സോ എവറി പേഴ്സൺസ് നോസ് ഹിസ് പവർ. ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാ പേഴ്സൺസിനും അവരുടെ പവർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് പറയുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ദ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ആർ ക്ലിയർലി ഡിഫൈൻ. ഇങ്ങനെ നമ്മൾ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഓരോ ഇൻഡിവിജ്വൽസിനും എന്തൊക്കെയാണ് അവരുടെ അതോറിറ്റി, അവർക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടും തീരുമാനിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ക്ലിയർലി സ്റ്റേറ്റഡ്. ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏത് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആരുടെ വഴിയാണ് സബോർഡിനേറ്റ് ഡയറക്റ്റ് ആയിട്ട് സൂപ്പർവൈസേഴ്സിൻ്റെ അടുത്തേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യണോ അതോ മിഡിൽ മാൻ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ കോർഡിനേഷൻ ഓഫ് എഫേർട്സ് പോസിബിൾ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഡിറ്റർമൈൻസ് ലൊക്കേഷൻ ഓഫ് സെൻറ്റേഴ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. എവിടെയാണ് ഡിസിഷൻ എടുക്കുന്നത്, എവിടെയാണ് നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, അതിൻ്റെ ലൊക്കേഷൻ അതൊക്കെ ഡിറ്റർമൈൻ ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോർ ഇമ്പോർട്ടൻസ് ക്യാൻ ബി ഗിവൺ ഇൻ സെലക്റ്റഡ് ഏരിയാസ് ഓഫ് ബിസിനസ്. അതായത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബിസിനസ്സിൽ കുറച്ച് സെലക്ട് ചെയ്ത ഏരിയാസ് ഉണ്ടായിരിക്കും. ചില ബിസിനസ് പ്രൊഡക്ഷനിലായിരിക്കും സെലക്ട് ചെയ്യുക, ചിലത് സെയിൽസിലായിരിക്കും. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷൻ ഏതാണോ സെലക്റ്റഡ് ഏരിയ അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എ ഗുഡ് ഓർഗനൈസേഷൻ ഈസ് ഫ്ലെക്സിബിൾ ടു അഡോപ്റ്റ് ലേറ്റസ്റ്റ് ടെക്നോളജി. അതായത് ഒരു നല്ലൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ പുതിയ പുതിയ ടെക്നോളജീസൊക്കെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആയിരിക്കും. അതായത് ചേഞ്ചസ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. എ സൗണ്ട് സ്ട്രക്ചർ ഫെസിലിറ്റേറ്റ്സ് ദി ഗ്രോത്ത് ഓഫ് എൻ്റർപ്രൈസ്. ഒരു നല്ലൊരു സൗണ്ട് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല സൗണ്ട് സ്ട്രക്ചർ, ഒരു ഓർഗനൈസിങ്ങിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ട്രക്ചർ ആണെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗ്രോത്തിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പം ഇത്രയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ആണ് അതോറിറ്റി, അതുപോലെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഏത് ഫ്ലോയിലാണ്, ഏത് ലൈൻ വഴിയാണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പിന്നെ ഡിസിഷൻ മേക്കിംഗ് ചെയ്യുന്ന ആ ലൊക്കേഷൻ, ആ സെൻറ്റർ എവിടെയെന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ സെലക്റ്റഡ് ഏരിയാസ്, ബിസിനസ്സിൽ സെലക്ട് ചെയ്ത ഏരിയാസിലായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓർഗനൈസേഷൻ ഫ്ലെക്സിബിൾ ആണെങ്കിൽ, ആ സ്ട്രക്ചർ ഫ്ലെക്സിബിൾ ആണെങ്കിൽ പുതിയ പുതിയ ടെക്നോളജീസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഗ്രോത്ത്, എൻ്റർപ്രൈസിൻ്റെ ഗ്രോത്തിനൊക്കെ ഒരു ഗുഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ? ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറിൻ്റെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ്സ്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഷുഡ് ബി കൺസിഡേർഡ് വൈൽ ഡിസൈനിങ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതായത് നമ്മൾ എന്തെടുക്കുകയാണെങ്കിലും ഫസ്റ്റ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒബ്ജക്റ്റീവ്സിനായിരിക്കും. അതുപോലെ തന്നെയാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോഴും ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. അതിനനുസരിച്ചിട്ട് വേണം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദ സ്ട്രക്ചർ മസ്റ്റ് എൻഷ്യൂർ ദി അക്കംപ്ലിഷ്മെൻറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. ആ സ്ട്രക്ചറിൽ എന്തുണ്ടായിരിക്കണം? ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി, അക്കംപ്ലിഷ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ ഉണ്ടായിരിക്കും സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. സെക്കൻഡ് എന്ന് പറയുന്നതാണ് സൈസ്. അനദർ ഫാക്ടർ ഈസ് സൈസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദ സൈസ് വുഡ് ഡിറ്റർമൈൻ വിച്ച് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ വുഡ് ബി മോർ എഫക്റ്റീവ്. സൈസിൽ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ് കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുക? സ്മോൾ സൈസ് ആണോ, അല്ലെങ്കിൽ ലാർജ് സൈസ് ആണോ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കുക? അപ്പോൾ ആ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ, ഏത് ടൈപ്പാണ് കൂടുതൽ എഫക്റ്റീവ് ആവുമെന്ന് നോക്കുകയാണ്. അതായത് ലൈൻ ഉണ്ടായിരിക്കും, അതുപോലെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ, അതുപോലെ ഫങ്ഷണൽ ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേറ്റവും സ്യൂട്ടബിൾ ആവുക ഏതാണെന്ന് നോക്കിയിട്ടായിരിക്കും ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ടെക്നോളജി. ദ ഡിസൈൻ ഓഫ് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ വുഡ് ഡിപ്പെൻഡ് അപ്പോൺ വെദർ ദി ടെക്നോളജി ഈസ് സിമ്പിൾ ഓർ കോംപ്ലക്സ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ടെക്നോളജി സിമ്പിൾ ആണോ അല്ലെങ്കിൽ കോംപ്ലക്സ് ആണോ എന്നുള്ള രീതിയിലായിരിക്കും. അപ്പോൾ മെക്കാനിസ്റ്റിക് സ്ട്രക്ചർ ഈസ് ബെനിഫിഷ്യൽ ഇൻ ദി കേസ് ഓഫ് ഫേംസ് ഹു അഡോപ്റ്റ് സിമ്പിൾ ടെക്നോളജി. ഒരു ഫേം അഡോപ്റ്റ് ചെയ്യുന്നത് സിമ്പിൾ ടെക്നോളജിക്ക് ആണെങ്കിൽ മെക്കാനിസ്റ്റിക് സ്ട്രക്ചർ ആയിരിക്കും നല്ലത്. പക്ഷേ കോംപ്ലക്സ് ടെക്നോളജി ആണെങ്കിൽ ഓർഗാനിക് സ്ട്രക്ചർ ആയിരിക്കും ഒന്നും കൂടി എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക. അപ്പോൾ സ്ട്രക്ചർ ടെക്നോളജിക്ക് നമ്മൾ നോക്കണം ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. നെക്സ്റ്റ് നോക്കേണ്ടതാണ് പീപ്പിൾ. The next factor of the organization design is the type of people employed by the organization. അതായത് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന പീപ്പിൾസ് ഏതൊക്കെ ടൈപ്പാണ് അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഓർഗനൈസേഷണൽ ഡിസൈൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ. ഒരു ഓർഗനൈസേഷനിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് സ്ട്രക്ചറാണുള്ളത്? ഫസ്റ്റ് 3 ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണുള്ളത്. ലൈൻ ഓർഗനൈസേഷൻ, അതുപോലെ ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ലൈനും അതുപോലെ ലൈൻ ആൻഡ് സ്റ്റാഫ് ആൻഡ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നതാണ് ലൈൻ ഓർഗനൈസേഷൻ. This is the simplest form of organization. It is also known as military type of organization. ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിലെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമാണ് ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇതിനെ മിലിറ്ററി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്നും കൂടി പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ അണ്ടർ ദിസ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ദ ലൈൻ ഓഫ് അതോറിറ്റി ഫ്ലോസ് വെർട്ടിക്കലി ഫ്രം ദി ടോപ്പ് മോസ്റ്റ് എക്സിക്യൂട്ടീവ് ടു ലോവസ്റ്റ് സബോർഡിനേറ്റ് ത്രൂ ഔട്ട് ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അതായത് ഈ ഒരു ഓർഗനൈസേഷൻ ടൈപ്പിൽ ലൈൻ ഓഫ് അതോറിറ്റി അധികാരം എങ്ങനെയാണ് പോകുന്നതെന്ന് വെച്ചാൽ വെർട്ടിക്കലായിരിക്കും. എന്ന് വെച്ചാൽ ടോപ്പിൽ നിന്ന് താഴത്തേക്കായിരിക്കും. ടോപ്പ് എക്സിക്യൂട്ടീവിൽ നിന്ന് ലോവസ്റ്റ് സബോർഡിനേറ്റിന് ആയിരിക്കും അതോറിറ്റി പാസ് ചെയ്യുന്നത്. കാരണം മുകളിലത്തെ ടോപ്പ് ഉദ്യോഗസ്ഥർക്കായിരിക്കും ഫുൾ അധികാരമുള്ളത്. അവരാണ് ബാക്കിയുള്ളവരെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം മുകളിൽ നിന്ന് താഴത്തേക്കുള്ള ആ വെർട്ടിക്കൽ ഫ്ലോയിലായിരിക്കും ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അതുപോലെ അക്കൗണ്ടബിലിറ്റി ഓഫ് അറ്റ് ഈച്ച് ലെവൽ. ഇപ്പോൾ ടോപ്പ് ലെവലാണെങ്കിലും മിഡിൽ ലെവലാണെങ്കിലും ലോവർ ലെവലാണെങ്കിലും അവരുടെ അതോറിറ്റി, അവരുടെ റെസ്പോൺസിബിലിറ്റി, അവർക്ക് എന്തൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ,
ആ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി ഇതിൽ വരുന്ന 2 ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാണ് പ്യുവർ ലൈൻ ഓർഗനൈസേഷനും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റൽ ലൈൻ ഓർഗനൈസേഷനും. അപ്പോൾ ഈ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. ഇവിടെ അതോറിറ്റി എന്ന് പറയുന്ന മുകളിൽ നിന്ന് താഴത്തോട്ട് ടോപ്പ് മോസ്റ്റ് എക്സിക്യൂട്ടീവ് ടു ലോവസ്റ്റ് സബോർഡിനേറ്റ്സ് ആണ് ആ ഫുൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ. അപ്പോൾ അതോറിറ്റിയും അതുപോലെ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടബിലിറ്റി ഒക്കെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി പ്യുവർ ലൈൻ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ in this structure all similar activities are performed at any one level. It is suitable for small scale setters. അതായത് ഈ ഒരു ടൈപ്പ് ഈ ലൈൻ ഓർഗനൈസേഷൻ്റെ തന്നെ ഒരു ടൈപ്പാണ് പ്യുവർ ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ എല്ലാ ആക്ടിവിറ്റീസും പെർഫോം ചെയ്യുന്നത് അറ്റ് എനി വൺ ലെവൽ, എല്ലാവർക്കും എന്ത് ചെയ്യാം, പെർഫോം ചെയ്യാം. ദാറ്റ് മീൻസ് ഈച്ച് മാൻ ഡസ് ദി സെയിം കൈൻഡ് ഓഫ് വർക്ക്. അപ്പോൾ എല്ലാവരും എന്തായിരിക്കും, ഒരേ ടൈപ്പ് ഓഫ് വർക്കാണുള്ളത്. അപ്പോൾ ദേ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓർ ഡിവിഷൻസ് ഓൺലി ഫോർ ദി പർപ്പസ് ഓഫ് കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ. അവരെ മെയിനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ കൺട്രോളിനും അതുപോലെ അവർ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ആക്ടിവിറ്റീസ് എല്ലാവരും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് സ്യൂട്ട് ആവുക സ്മോൾ സ്കെയിൽ സെറ്റേഴ്സിനായിരിക്കും. കാരണം അവിടെ ആയിരിക്കും എന്ത്, എല്ലാവർക്കും ഒരേ ആക്ടിവിറ്റീസ്. വലിയ ലാർജ് സ്കെയിൽ ഓർഗനൈസേഷനൊക്കെ എല്ലാവരും ഒരേ ആക്ടിവിറ്റീസ് തന്നെ, ഒരേ വർക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ ലൈൻ ഓർഗനൈസേഷൻ. അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റൽ ലൈൻ ഓർഗനൈസേഷൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ബിസിനസ് ആർ ഡിവൈഡ് ഇൻ ടു സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള ആക്ടിവിറ്റീസിനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ഗെറ്റ് അതോറിറ്റി ഫ്രം ടോപ്പ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനായിരിക്കും എന്ത് കിട്ടുക, അതോറിറ്റി കിട്ടുക. അത് എവിടെ നിന്നായിരിക്കും, ടോപ്പ് മാനേജ്മെൻറ്റ് കയ്യിൽ നിന്നായിരിക്കും. അപ്പോൾ ഹി ഡെലിഗേറ്റ്സ് ഹിസ് അതോറിറ്റി ടു ഹിസ് സബോർഡിനേറ്റ്സ് ഹൂ റെഗുലേറ്റ്സ് ദി വർക്ക് അറ്റ് ലോവർ ലെവൽസ്. ഈ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആണ് സബോർഡിനേറ്റ്സ് വർക്ക് ചെയ്യുന്നതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അവർ നിയന്ത്രിക്കുന്ന കാര്യങ്ങളൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇവിടെ ഇങ്ങനെ തന്നെയാണ്, അതോറിറ്റി ടോപ്പിൽ നിന്ന് ബോട്ടത്തേക്കാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലൈൻ ഓർഗനൈസേഷനിൽ പറയുന്നത്. ലൈനിന് 2 ടൈപ്പാണ്, പ്യുവർ ലൈനും ഡിപ്പാർട്ട്മെൻറ്റൽ ലൈനും. ഇനി ഫീച്ചേഴ്സ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ. ലൈൻ ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അതോറിറ്റി ഫ്ലോസ് ഫ്രം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ടു ലോവർ ലെവൽ. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ അധികാരം ആരുടെ കയ്യിലായിരിക്കും, എപ്പോഴും ടോപ്പ് മാനേജ്മെൻറ്റ് കയ്യിലായിരിക്കും. അവരാണ് ബാക്കിയുള്ളവർക്കുള്ള ഡയറക്ഷനും കൺട്രോളും സൂപ്പർവിഷനും ഒക്കെ കൊടുക്കുന്നത്. സെക്കൻഡ് വൺ, ഈച്ച് സബോർഡിനേറ്റ്സ് ഗെറ്റ്സ് ഇൻസ്ട്രക്ഷൻ ഡയറക്ഷൻസ് ഫ്രം ഹിസ് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ. ഇവരുടെ ഓരോ സബോർഡിനേറ്റ്സും അവരുടെ തൊട്ട് മുമ്പുള്ള സുപ്പീരിയേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ഡയറക്ഷൻസ് കിട്ടുക. കാരണം അതെങ്ങനെയായിരിക്കും, ടോപ്പിൽ നിന്ന് താഴത്തേക്കാണ്. അപ്പോൾ ആ ഒരു വേർട്ടിക്കൽ ഫ്ലോയിലായിരിക്കും ഇൻഫർമേഷൻസ് പോവുക. അപ്പോൾ അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആരാണുള്ളത് അവരുടെ കയ്യിൽ നിന്നായിരിക്കും താഴെയുള്ളവർക്ക് ഇൻഫർമേഷൻസ് കിട്ടുക. And third one, it gives authority to superior to take disciplinary action against his subordinates. അതായത് ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ സുപ്പീരിയർക്ക് എന്തുണ്ട്, അതായത് സബോർഡിനേറ്റിനെക്കാളും മുകളിലുള്ള ആൾക്കാർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിനൊക്കെ എന്തുണ്ട്, ഈ ഒരു സബോർഡിനേറ്റ്സ് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിസിപ്ലിനറി ആക്ഷൻസ് ഒക്കെ എടുക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഈച്ച് സബോർഡിനേറ്റ് ഈസ് അക്കൗണ്ടബിൾ ടു ഹിസ് ഇമ്മീഡിയറ്റ് സുപ്പീരിയർ ഫോർ ഹിസ് പെർഫോമൻസ്. ഓരോ സബോർഡിനേറ്റ്സും അവർ പെർഫോമൻസിന് അക്കൗണ്ടബിൾ ആവുക എന്ന് വെച്ചാൽ അവരുടെ പെർഫോമൻസിന് ഒരു ഉത്തരവാദിത്തം പറയേണ്ടത് ആ സബോർഡിനേറ്റ്സിനോടനായിരിക്കും, അവരുടെ സുപ്പീരിയേഴ്സിനോടായിരിക്കും, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സുപ്പീരിയേഴ്സിനോടായിരിക്കും. അവരുടെ തൊട്ട് മുന്നുള്ള ഹെഡ് ആരാച്ച അവരോടാണ് അവരുടെ പെർഫോമൻസിന് അവർ സമാധാനം പറയേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ദർ എക്സിസ്റ്റ് പ്രോപ്പർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതായത് ഇവിടെ എന്തുണ്ട്, ഒരു പ്രോപ്പർ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ നിലനിൽക്കുന്നുണ്ട്. ഇറ്റ് ഫോംസ് എ വെർട്ടിക്കൽ ലൈൻ റിലേഷൻഷിപ്പ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഇവിടെ ഒരു വെർട്ടിക്കൽ ലൈൻ റിലേഷൻഷിപ്പാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള റിലേഷൻഷിപ്പാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് മെറിറ്റ്സ്. എന്തൊക്കെയാണ് ഈ ഒരു ലൈൻ ഓർഗനൈസേഷനിലുള്ള മെറിറ്റ്സ്? അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് ദി സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് മെറിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് സിമ്പിൾ
ദ പ്രൊസീജിയേഴ്സ് ആർ സിമ്പിൾ, എംപ്ലോയീസ് ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതായത് ഇവിടെ ഫോർമേഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ അത് സിമ്പിളായിരിക്കും. അതുകൊണ്ട് തന്നെ ഓരോ എംപ്ലോയീസിനും സുഖമായിട്ട് അവർക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സെക്കൻഡ് മെറിറ്റ് എന്ന് പറയുന്നതാണ് പ്രോംപ്റ്റ് ആൻഡ് ക്വിക്ക് ഡിസിഷൻ. ഈ ഒരു സ്ട്രക്ചറിൽ ഇവിടെ ഡിസിഷൻസ് എടുക്കുക, ഇവിടെ എക്സ്പേർട്സ് ഒന്നും ഇല്ല. അപ്പോൾ അവർ പെട്ടെന്നായിരിക്കും മാനേജേഴ്സ് ഡിസിഷൻസ് എടുക്കുക. അവരുടെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ക്വിക്കായിരിക്കും, അതുപോലെ പ്രോംപ്റ്റ് ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ. ഇതൊരു മിലിറ്ററി ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും, സ്ട്രോങ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡ്. അതായത് എവറി സബോർഡിനേറ്റ്സ് ഗെറ്റ്സ് ഓർഡർ ആൻഡ് ഡയറക്ഷൻസ് ഫ്രം ഹിസ് ബോസ് ഓൺലി. അതായത് ഇവർ പറഞ്ഞു ഇമ്മീഡിയറ്റ് സുപ്പീരിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്കണോമിക്കൽ, നോ സ്റ്റാഫ് എക്സ്പേർട്സ് ആർ റിക്വയർഡ്. അതായത് ഇവിടെ ഒരുപാട് എക്സ്പേർട്സ് ആയിട്ടുള്ള സ്റ്റാഫൊന്നും വേണ്ട. അപ്പോൾ ഇവിടെ എന്താണ്, എക്കണോമിക്കലാണ്, എന്ന് വെച്ചാൽ ചിലവൊക്കെ കുറയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി. ഈച്ച് മാനേജർ ഹാസ് എക്സ്ക്ലൂസീവ് അതോറിറ്റി ഓവർ ഹിസ് യൂണിറ്റ്, സോ ഹി ക്യാൻ മേക്ക് ചേഞ്ചസ് ഈസിലി ടുവേർഡ്സ് ഹിസ് ഫങ്ഷൻ. അതായത് ഓരോ മാനേജേഴ്സിനും എന്താണ്, അവരുടെ യൂണിറ്റിലുള്ള ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചേഞ്ചസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ഫങ്ഷൻസിനനുസരിച്ചിട്ട് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിന് ഫ്ലെക്സിബിൾ ആണെന്ന് പറയുന്നത്. നെക്സ്റ്റ് കോർഡിനേഷൻ. ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് എഫക്റ്റീവ് കോർഡിനേഷൻ. ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ വൺ സുപ്പീരിയർ. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൺട്രോൾ ചെയ്യുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അവർ കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു കോർഡിനേഷൻ, ഇഫക്റ്റീവായിട്ടുള്ള കോർഡിനേഷൻ ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഫിക്സഡ്. അതായത് ഓരോരുത്തർക്കുള്ള ഡ്യൂട്ടീസ് എന്താണ്, റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ, ഒരു ഓർഗനൈസേഷനിൽ ഇൻഡിവിജ്വൽസ് അവരുടെ അതോറിറ്റി, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ദ ലൈൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ക്ലിയർ, ഡയറക്റ്റ് ആൻഡ് വെൽ ഡിഫൈൻഡ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആണ്, അതുപോലെ വെൽ ഡിഫൈൻഡും ഡയറക്റ്റും ആയിരിക്കും. എന്ന് വെച്ചാൽ നേരെ തൊട്ട് മുമ്പുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതായത് വെർട്ടിക്കൽ രീതിയിൽ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അപ്പം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം ഇത്രയാണ് ഇതിൻ്റെ മെറിറ്റ്സ് ഓഫ് ലൈൻ ഓർഗനൈസേഷൻ. ഇനി ഇതിന് എന്തൊക്കെ ഡീമെറിറ്റ്സ് ഉണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി. ദ അതോറിറ്റി ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദി ടോപ്പ്. ഇവിടെ അതോറിറ്റി എന്ന് പറയുന്നത് ടോപ്പിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഫ് ദ ടോപ്പ് മാനേജ്മെൻറ്റ് ഈസ് ഇൻഎഫിഷ്യൻറ്റ് ഇറ്റ് വിൽ അഫക്റ്റ് ദി പ്രോസ്പെക്ടസ് ഓഫ് ദി എൻറ്റയർ ഓർഗനൈസേഷൻ. അതായത് അതോറിറ്റി ടോപ്പിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എഫിഷ്യൻ്റ് അല്ലെങ്കിൽ, അവർക്ക് കാര്യക്ഷമത ഒന്നും ഇല്ലെങ്കിൽ ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ എന്നൊക്കെ പറയുന്നത് മൊത്തത്തിലുള്ള ഓർഗനൈസേഷനെ എഫക്റ്റ് ചെയ്യും. അതൊരു ഡീമെറിറ്റ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ. ഇതിൻ്റെ മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുകയാണെങ്കിൽ ലാക്ക് ഓഫ് സ്പെഷ്യലൈസേഷൻ ആണ്. ഇവിടെ എ സുപ്പീരിയർ ഈസ് നോട്ട് വെൽ വേഴ്സ്ഡ് ഇൻ ഓൾ ഫീൽഡ്സ് സച്ച് ആസ് പ്രൊഡക്ഷൻ, ഫിനാൻസ് എക്സെട്ര. ദ സർവീസസ് ഓഫ് ദി എക്സ്പേർട്സ് ആർ നോട്ട് യൂട്ടിലൈസ്ഡ്, സോ ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി എഫക്റ്റ് ഡിസിഷൻസ്. ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ഒക്കെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റത്തെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു സ്പെഷ്യലൈസേഷൻ ഇല്ല. കാരണം എക്സ്പേർട്സും കാര്യങ്ങളൊന്നും ഇവരെന്ത് ചെയ്യുന്നില്ല, യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഒരു ഓർഗനൈസേഷനിലെ ഡിസിഷൻസിനെ ഓപ്പോസിറ്റായിട്ടാണ് എഫക്റ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓവർലോഡിങ് ഓഫ് വർക്ക്. അണ്ടർ ദിസ് സിസ്റ്റം ദ മാനേജേഴ്സ് ആർ ഓവർലോഡഡ് വിത്ത് വർക്ക്. ഇറ്റ് വിൽ അഫക്റ്റ് ദി എഫിഷ്യൻസി ഓഫ് ദീസ് എക്സിക്യൂട്ടീവ്സ്. അതായത് ഓരോ മാനേജേഴ്സും എന്താണ്, അവർക്ക് വർക്ക് എന്ന് പറഞ്ഞാൽ ഓവർലോഡഡ് ആണ്. അതുകൊണ്ട് ഈ ഒരു എക്സിക്യൂട്ടീവ്സ്, ഈ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിൽ അവരുടെ എഫിഷ്യൻസി അങ്ങനെ എഫക്റ്റ് ചെയ്യാനുള്ള കാരണമുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ഇൻ കോർഡിനേഷൻ. അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും ഓട്ടോണമസ് യൂണിറ്റ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവരെ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കോർഡിനേഷനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. In line organization, communication flows from top to bottom. That means there is downward communication. There is no upward communication. അതായത് ഈ ഒരു ഓർഗനൈസേഷനിൽ ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. അതായത് മുകളിൽ നിന്ന് താഴത്തേക്ക് മാത്രമാണ്, പക്ഷെ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ ഇല്ല. അപ്പോൾ ഇവിടെ ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. കാരണം താഴെയുള്ള ആൾക്കാർക്കൊന്നും അവരുടെ സജഷനൊന്നും പറയാനുള്ള അവസരം കിട്ടുന്നില്ല.
ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് എൻ്റർപ്രൈസസ്. അതായത് ഈ ഒരു ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞു മെയിനായിട്ടും സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് എൻ്റർപ്രൈസസിന് ഈ ഒരു സ്ട്രക്ചർ പോസിബിൾ ആവുന്നില്ല, അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇത്രയാണ് ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ലൈൻ ഓർഗനൈസേഷൻ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ ആണ് ലൈൻ ഓർഗനൈസേഷൻ. അതിൻ്റെ മീനിങ് അതുപോലെ അതിൻ്റെ ടൈപ്സ്, ഫീച്ചേഴ്സ്, മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ്